നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി മാത്രം നിങ്ങൾ കേൾക്കുക. ചാനലിൽ അംഗങ്ങളാവാത്തവർക്ക് വേണ്ടി ഇവിടെ കാർഡ് വരില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ചാനലിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള കാർഡുകൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും സബ് ചെയ്യുക. അല്ലാത്തവർക്ക് വെറുതെ കണ്ടുപോകാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാർഡുകൾ വരില്ല. അപ്പോൾ ചാനലിൽ അംഗങ്ങളാവാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും ഒന്ന് താഴെ കമൻ്റ് ഇടുക. സബ് ചെയ്തവർ മാത്രം. വലിയ മെസ്സേജുകൾ, നെഗറ്റീവ് മെസ്സേജുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം ഇവിടെ പവർഫുൾ എനർജിയാണ് വരുന്നത്. ഒരു കാർഡ് വേണ്ടെന്ന് വയ്ക്കാൻ പോലും എനിക്ക് അധികാരമില്ല. അപ്പോൾ വേറൊരു സെറ്റിൽ നിന്ന് അതേ കാർഡ് വരിക. അതുപോലുള്ള എനർജികളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഒരു അത്ഭുതം പോലെയാണ് തോന്നുന്നത്. എന്തായാലും അത്രയ്ക്ക് ശക്തമായ എനർജി നിങ്ങൾക്ക് കൂടി കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരണമെങ്കിൽ സബ് ചെയ്യുക. താഴെ നിങ്ങളുടെ പേരോ പങ്കാളിയുടെ പേരോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക. ഇവിടെ പ്രണയം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വശ്യ മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നലെയും വീണ്ടും. പിന്നെ കരിയർ, ഹെൽത്ത്, പൊതുവായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല. കുറച്ച് പേരാണ് കണ്ടിട്ടുള്ളൂ. അവർ തന്നെ ഒരു പ്രതികരണവുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കധികം ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരില്ല, ഒന്നും കൊടുക്കേണ്ടി വരില്ല. പ്രതികരിക്കുന്നവർക്കല്ലേ നമ്മൾ എന്തെങ്കിലും കൊടുക്കുക. അതേതെങ്കിലും ആവട്ടെ. ഇവിടെ നമ്മൾ ലവ് മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? അവർക്ക് നിങ്ങളോട് അതുപോലെ തന്നെയാണോ അതോ അല്ലേ? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇനി മതം ചോദിക്കില്ല, പ്രായം ചോദിക്കില്ല, ബന്ധം ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. നിങ്ങളുടെ പ്രണയം മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ മാത്രം കാര്യമാണ് അറിയേണ്ട എങ്കിൽ വാട്സപ്പിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതൊരു പബ്ലിക് റീഡിംഗ് ആണ്. ഇനി നിങ്ങൾക്ക് പരിഹാരം ചെയ്തു തരും. അതിനൊക്കെ ഒരു പേയ്മെൻറ്റും ഉണ്ട്. വന്നാൽ ഡീറ്റെയിൽ തരും. അപ്പോൾ നമുക്ക് നേരെ പോവാം കാർഡുകളിലേക്ക്. കിങ് വാണ്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. കുറച്ച് തണ്ടുള്ള രാജാവ്. അത് കാരണം നിങ്ങൾ ഭയങ്കരമായി വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ കിടന്ന് കരയുകയാണ്. നീതി കിട്ടുന്നില്ല. ഇയാൾ അഹങ്കാരി ആയതുകൊണ്ട്. ഡെത്ത് ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ബന്ധാണ്. ഡെത്ത് വന്നാൽ റീബർത്തും ഉണ്ട് കേട്ടോ. മരണം മാത്രമല്ല, പുനർജന്മവും പറയും. ഇനി എയ്സ് ഓഫ് കപ്പാണ്. ഇനി നിങ്ങൾക്കൊരു പുതിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നു. നല്ല നല്ല സാധ്യതകൾ. മൂൺ വന്നിട്ടുണ്ട്. ഭ്രാന്തമായ പ്രണയമാണ്. യെസ്സിലേക്ക് വരും. ഇതും യെസ് തന്നെയാണ്. 7 ഓഫ് പെൻറ്റക്കിൾ, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, ലോണ്, കടം. 10 കപ്പ്, നന്നായി സ്നേഹിക്കുന്ന ആൾ തന്നെയാണ്, എങ്കിലും അഹങ്കാരം കൂടുതലാണ്. കൺട്രോൾ ഇഷ്യൂ ആണ് ഇവിടെ പറയുന്നത്. കിങ് സോഡ്സ്, കിങ് വാണ്ട്, രണ്ടും തണ്ടുള്ള രാജാവിനെയാണ് കാണിക്കുന്നത്. കിങ് സോഡ്സ് എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള വസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത്. നീല എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലവിനെ കാണിക്കുന്നതാണ്. ബ്ലൂ ഡീപ്പ് ലവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് അഗാധമായ പ്രണയമുണ്ട്. പക്ഷേ വാളാണ് കയ്യിലിരിക്കുന്നത്. അത് തരില്ല. മാത്രമല്ല നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പുണർദം, വിശാഖം, പുരൂരുട്ടാതി, കാർത്തിക, ഉത്രം, ഉത്രാടം, അത്തം, രോഹിണി, തിരുവോണം, ഇതൊക്കെയാണ് നാളുകൾ. 10 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്. 10 2 തവണയാണ് വന്നിരിക്കുന്നത്. 1 വന്നിട്ടുണ്ട്. 8, 4 2 തവണ വന്നിട്ടുണ്ട്. 18. ഇതൊക്കെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ഇവിടെ പവർഫുൾ എനർജിയാണെന്ന് വീണ്ടും പറയേണ്ട. നിങ്ങൾക്കുള്ള ക്ലൂ തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. കെ എന്നുള്ള അക്ഷരം റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. ടി എന്ന അക്ഷരം റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ അഹങ്കാരിയായൊരു രാജാവാണ് ഇരിക്കുന്നത്. നിങ്ങളെ മാത്രം പരിഗണിക്കില്ല. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അയാൾ ഭയങ്കര സോഫ്റ്റാണ്. എല്ലാവർക്കും നല്ലവനായൊരു വ്യക്തിയാണ്, നല്ലവനായ ഉണ്ണിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇയാളെ മറുത്തൊരു കാര്യം ചിന്തിക്കാനും പറ്റില്ല. അങ്ങനെ കച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു ക്യാരക്ടറാണ് ഇവിടെ കിങ് ഓഫ് വാണ്ടിലും കിങ് ഓഫ് സോഡ്സിലും വന്നിരിക്കുന്നത്. രാജാവ് പ്രണയലോലനാണ്. പക്ഷെ കയ്യിലിരിക്കുന്നത് കപ്പല്ല, വാളാണ്. മുൻകോപിയായിരിക്കാം, അമിതമായി ദേഷ്യപ്പെടുന്ന, അമിതമായി കൺട്രോൾ ചെയ്യുന്ന, എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഒരു കണ്ണുണ്ടാവും. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരില്ല. അതൊരു കുഴപ്പമുണ്ട്. പക്ഷേ സ്നേഹം ധാരാളമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടപ്പോൾ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ചിലപ്പോൾ അങ്ങ് ബ്ലോക്ക് ചെയ്ത് പോവും. നിങ്ങളോട് ഭയങ്കര അഹങ്കാരം കാണിക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും വേദനയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് മൂന്നാമത്തെ വ്യക്തിയെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ആ വ്യക്തി നിങ്ങളും തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അയാൾക്കോ നിങ്ങൾക്കോ സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്.
ലോണ്, കടം ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചുറ്റും ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരാളല്ല, ഒരു തേർഡ് പാർട്ടി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ നെഗറ്റീവായി ചിന്തിക്കുന്നതോ നെഗറ്റീവായി പെരുമാറുന്നതോ അത് ഓരോ വ്യക്തിക്കും ഉണ്ടാവും. ഒരാൾക്കൊരു ജോലി കിട്ടാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് ഒരു സുഹൃത്ത്, രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചതാണല്ലോ, വേഗം അയാൾ അതങ്ങ് സ്വന്തമാക്കി. കുറച്ച് പണമൊക്കെ കെട്ടിവെക്കേണ്ട കാര്യമാണ്. അയാൾ അതിൽ ചാടിക്കയറി ഇടപെട്ട്, പ്രൈവറ്റാണ്, അത് അയാളങ്ങ് സ്വന്തമാക്കി. ഈ വ്യക്തി പറയുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ എൻ്റെ ജോലി മറ്റൊരാൾ അല്ലെങ്കിൽ ഇത്രയും വിശ്വസിച്ച് പറയുന്ന ആൾ സ്വന്തമാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അതുപോലുള്ള കാര്യങ്ങളാണ് മൂൺ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഈ പ്രണയത്തിൻ്റെ കാര്യത്തിലും അങ്ങനത്തെ വ്യക്തികളുണ്ട്. പ്രണയം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവാം. പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ട് സുഹൃത്തുക്കൾ നല്ല അടുപ്പാണ്, ഇയാളുടെ കാര്യം മുഴുവൻ മറ്റേ വ്യക്തിയോട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇയാളുടെ ഫോണിൽ ആ വ്യക്തിയുടെ ഒരു മെസ്സേജ് ഇവർ കാണുന്നത്. ലേഡിയാണ് കേട്ടോ, എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ആ വ്യക്തിയുടെ മെസ്സേജ് കണ്ടപ്പോൾ ഇവർ ആകെ ഷോക്കായിപ്പോയി. സുഹൃത്താണ്, ഹൃദയം വരെ കാണിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. ഇവരുടെ കാമുകന് ലവ് മെസ്സേജ് അയച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? ഇയാളെ അവർക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ എന്ന് വരുമ്പോൾ ഏതറ്റം വരെ നമ്മൾ ദുഷ്ടന്മാരാവും എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാനിവിടെ പറയുന്നത്. അത്തരം ദുഷ്ടന്മാർക്ക് വേണ്ടിയാണ് മൂൺ കാർഡ് വരുന്നത്. അതിൻ്റെ ഒരു വശം ഇരുണ്ടത് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഓപ്പണായിട്ട് എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ കാര്യം, ഇതുപോലുള്ള ജോലിക്കാര്യം ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. അവനവൻ അതിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ അറിയാൻ പാടും മറ്റുള്ളവർ. ഇതുപോലെ നിങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മിഥ്യാധാരണകൾ, കള്ളം പറയുക, വഞ്ചിക്കുക, മോഷ്ടിക്കുക, പരദൂഷണം പറഞ്ഞ് നടക്കുക, ഗോസിപ്പുകൾ ഉണ്ടാക്കുക, ഇല്ലാഗത മെനയുക, ഇതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് മൂൺ കാർഡ് വരുന്നത്. മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ എന്നാണ് പറയുന്നത്, മറഞ്ഞിരിക്കുന്ന മിത്രങ്ങൾ എന്നല്ല ഇവിടെ മൂൺ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ശത്രുക്കളൊക്കെ ഉണ്ട്. അത് വ്യക്തമായിട്ടൊരു വ്യക്തിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ സ്വഭാവം ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ആൾ, തെക്ക് എന്ന് പറഞ്ഞാൽ വടക്കോട്ടേക്ക് നോക്കുന്ന ആൾ, അതുപോലെയാണ് നിങ്ങളോട് മനഃപൂർവ്വം കാണിച്ചു കൂട്ടുകയാണ് അഹന്തകാരണേ, അല്ലാതെ നിങ്ങളെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. കാരണം നീല വസ്ത്രമാണല്ലോ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു രാജാവാണല്ലോ ഇവിടെ രണ്ടാമത്തെ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ആദ്യത്തെ രാജാവ് കരിങ്കല്ലിൻ്റെ മുകളിലാണ് സിംഹാസനം. ഇത് വെച്ചാൽ അയാളുടെ മനസ്സ് കരിങ്കല്ല് പോലെയാണ്. അത്ര വേഗം നിങ്ങൾക്ക് വേണ്ടി അലിയുന്ന ഒരാളല്ല. ഞാൻ പണ്ടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിന് പുറത്ത് വ്യാളി രൂപങ്ങൾ കൊത്തും. ശ്രീകോവിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഈ വ്യാളി എന്ന് പറഞ്ഞ പിശാചാണ്, അല്ലെങ്കിൽ ഭൂതഗണങ്ങളാണ്. അപ്പോൾ ആദ്യം അട്രാക്റ്റ് ആവുന്ന നെഗറ്റീവ് ശക്തിയെ തടഞ്ഞു നിർത്താൻ വേണ്ടി തന്നെയാണത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇയാളുടെ ചുറ്റുമുള്ളത് സലമാൻഡറുകളാണ്. അതിൻ്റെ പേരാണ് ഈ വ്യാളീന്ന്. അപ്പോൾ നല്ലതല്ലാത്ത സാധനങ്ങളാണ് ഇയാൾ കൊണ്ട് നടക്കുന്നത്. നെഗറ്റീവ് എനർജികൾ എന്തൊക്കെയുണ്ട്? ഈഗോ ഉണ്ട്, അസൂയുണ്ട്, പൊസസീവാണ്, എന്തൊക്കെ വേണ്ടാത്ത സ്വഭാവങ്ങളുണ്ടോ അതൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു രാജാവാണ്. ഓപ്പൺ മൈൻഡ് അല്ല, ഒരു കാര്യവും നിങ്ങളോട് പറയില്ല. എന്നാൽ നിങ്ങളുടെ എല്ലാ കാര്യവും അയാൾക്കറിയണം. അയാളറിയാതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്താൽ അപ്പം ചോദ്യം ചെയ്യും. ദുശ്ശാഠ്യങ്ങൾ, ദുർവാശികൾ എല്ലാം ഉണ്ട്. ഇവിടെ ഫയറാണല്ലോ വന്നിരിക്കുന്നത്, അഗ്നി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചാഞ്ചാടി കളിക്കുന്ന ഫയർ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, മ്യൂട്ടബിൾ ഫയർ. ഇവിടെ മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ആൾ എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വാശികളുള്ള, നിങ്ങൾക്ക് നേരെ സ്നേഹം തരാത്ത അന്തർമുഖനായ ഒരു രാജാവ്. എന്നാൽ ഒരു കണക്കിന് ഇതാണ് നല്ലത്. അയലത്തെ അദ്ദേഹം എന്ന സിനിമ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ അന്തർമുഖനായ ഭർത്താവാണ്. അയാൾ ഒട്ടും തന്നെ റൊമാൻറ്റിക് അല്ല. പക്ഷെ അയാൾ ഭാര്യയ്ക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നു, വീട് പണിയുന്നു, ഭാര്യയുടെ ആഭരണങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും വിൽക്കുക, പണയം വയ്ക്കുക ഒന്നും ചെയ്യുന്നില്ല. അത്രയ്ക്കും കരുതലാണ്. പക്ഷെ അയാൾക്ക് ഒട്ടും തന്നെ കാട്ടിക്കൂട്ടാൻ അറിയില്ല. അവരുടെ അടുത്ത വീട്ടിലാണ് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ഭർത്താവ് വരുന്നത്. എപ്പോഴും മോളു 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 എന്ന് പറഞ്ഞ് പുതിയ പുതിയ സാരികൾ, സിനിമ, ഐസ്ക്രീം, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് അവർ. സ്വാഭാവികമായി അന്തർമുഖൻ്റെ ഭാര്യയ്ക്ക് എന്താ ഉണ്ടാവുക? ഒന്ന് അടുത്ത് പോയി ഇരിക്കാൻ പോലും പറ്റില്ല. പൂച്ചയുടെ മുഖത്ത് എലിയെ പിടിച്ചിട്ട പോലെയാണ്, എപ്പോഴും തിന്നാൻ വരുന്ന പോലെയാണ് സംസാരിക്കുക. അങ്ങനെ മടുത്തു ഈ ഭാര്യയ്ക്ക്. അപ്പുറത്തെ ആളോട് ഒരു ആരാധനയും ഇവർക്ക് തോന്നുന്നുണ്ട്. അതിനിടയിലാണ് വ്യഭിചാരത്തിന് ഇയാൾ പിടിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഇയാളുടെ പണി അതാണ്.
രഹസ്യമായിട്ട് കള്ളു കുടിക്കുക, രഹസ്യമായി പെണ്ണ് പിടിക്കുക, അത് കഴിഞ്ഞ് പരസ്യമായിട്ട് അഭിനയിക്കുക. അപ്പോൾ ഈ അഭിനയിക്കുന്നവരാണോ നല്ലത്, അന്തർമുഖനാണോ നല്ലത്? ഇവിടെ അന്തർമുഖൻ നല്ലവനാണ് എന്നാണ് പറയുന്നത്. പല ആളുകളും എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ അത്രയ്ക്ക് സ്നേഹമാണ്, ജീവനാണ്. ഈ ജീവനെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയുന്നത് അയാൾ അവിഹിതത്തിൻ്റെ ആശാനായിരിക്കും. ഇവിടുത്തെ കാർഡുകളിൽ നോക്കുമ്പോഴാണ് അയാളുടെ യഥാർത്ഥ മുഖം നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ വൈചിത്ര്യങ്ങൾ നിറഞ്ഞതാണ് ഇവിടെ പറയുന്ന കാർഡുകൾ. അയാൾ അന്തർമുഖനായിട്ട് പെരുമാറും, നിങ്ങളെ അമിതമായിട്ട് കൺട്രോൾ ചെയ്യും. എന്നാൽ ഇപ്പുറത്തിരിക്കുന്ന രാജാവാണെങ്കിൽ സ്നേഹക്കടലാണ് എന്ന് പറയുന്നത്. നിങ്ങളോട് നല്ല സ്നേഹമാണ്. ഇവിടെ മൂണാണ് വന്നിരിക്കുന്നത്, മീനം രാശിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു സോൾ കണക്ഷനാണ്. ഇവിടെ ടിൻ ഫ്ലെയിമാണ് വന്നിരിക്കുന്നത്. ഫയറല്ലേ ആദ്യം വന്നിരിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന ഫയറല്ല കേട്ടോ. ഇനി നിങ്ങൾ അനുഭവിക്കുന്നതാണ് 8 കപ്പ് പറയുന്നത്. നിങ്ങളുടെ എനർജി പറയണമല്ലോ. പാവം എപ്പോഴും കണ്ണീരാണ്, എപ്പോഴും നിരാശയാണ്. അവരുടെ ഒരു ഇറ്റ് സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ആളാണ്. പലപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞ വാതിലാണ്. ഇങ്ങനെയും പാടില്ല. ഇത് കാണുന്ന ആളുകൾ ആരെങ്കിലും ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കായിരിക്കാം സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാജാവിന് അതില്ല. രാജാവാണല്ലോ, എല്ലാം തികഞ്ഞ ആളാണല്ലോ. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. മാനസികമായിട്ട് ഇയാളുടെ അവഗണന സഹിച്ചിട്ട് നിങ്ങളൊരു പരിവായിട്ടിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നത് 10 കപ്പാണ്. ഇത് മാറും, ഇന്ന് മാറും, നാളെ മാറും, ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ വ്യക്തിക്ക് പറയത്തക്ക ഒരു കുറ്റവും ഇല്ല. വേറൊരു പെണ്ണിൻ്റെ പുറകെ പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളോ ഒന്നുമില്ല. കള്ളു കുടിക്കും എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ആൾ നല്ലൊരു പെർഫെക്റ്റായ ആളാണ്. എന്നാൽ ആൾ നിങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. മറ്റുള്ളവർക്കൊക്കെ എത്ര സഹായം വേണമെങ്കിൽ ചെയ്യും. കുടുംബത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കും. സുഹൃത്തുക്കളുണ്ട് ധാരാളം. അങ്ങനെയൊക്കെയുള്ള അറിയപ്പെടുന്ന ആദരണീയനായ മനുഷ്യൻ, മറ്റുള്ളവരുടെ മുന്നിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ രാഷ്ട്രീയമൊക്കെ ആവും മേഖല. ഇയാൾ 10 ആൾ അറിയുന്ന ഒരാളാണ്. ചിലപ്പോൾ കലാകാരനായിരിക്കാം, രാഷ്ട്രീയമാവാം, അല്ലെങ്കിൽ സർക്കാർ ജോലികളിൽ പഞ്ചായത്ത്, വില്ലേജ് അതുപോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. രാഷ്ട്രീയമാവാം, പൊതുപ്രവർത്തകനാവാം. അങ്ങനെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരും അറിയില്ല, പക്ഷേ രാഷ്ട്രീയത്തിലുള്ളവരെ അറിയുമല്ലോ. ഈ സർക്കാർ ജോലികൾ എന്തുമാവാം. എന്തായാലും ആൾ നല്ല ഹൈ ആയിട്ടുള്ള ആളാണ്. കാണാനും നല്ല ഭംഗിയാണ്. അയാൾ സാമ്പത്തികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളാണ്. ഇനി ജാതി കൊണ്ട് ഉയർന്ന ആളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെല്ലാം കൊണ്ടും ഒന്ന് ഡൗണായിട്ടാണ് കാണുന്നത്. ജാതിയിൽ നിങ്ങൾ കുറച്ച് അവരിൽ നിന്ന് താഴത്തോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സാമ്പത്തികം നിങ്ങൾ കുറച്ച് ലോണും കടമൊക്കെ ആയിട്ട് തകർന്ന ഒരവസ്ഥയാണ്. ജാതിയിൽ നിങ്ങൾ കുറച്ച് ലോ ആണ് അവരെക്കാൾ, അവർ ഹൈ ആണ് എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിവാഹ ജീവിതമാണ്. ചിലപ്പോൾ വിവാഹം കഴിക്കാനിരിക്കുന്ന സിംഗിൾസ് ആവാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ദമ്പതികളാവാം, അല്ലെങ്കിൽ രണ്ടുപേരും വിവാഹിതരായിരിക്കാം, അതും പറയാം. നിങ്ങളുടെ പ്രതീക്ഷ ഏസ് ഓഫ് കപ്പിലും 10 കപ്പിലും ഉണ്ട്. ആ വ്യക്തി ഒരു തരത്തിൽ നിങ്ങളെ തരം താണ് കാണുന്നൊന്നുമില്ല. അയാൾക്ക് കുറച്ച് പിടിവാശി ഉണ്ടെന്നേ ഉള്ളൂ. സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിലെ ശ്രീകോവിൽ കാണണമെങ്കിൽ ആദ്യത്തെ ആ നെഗറ്റീവ് എനർജിയെ പുറത്ത് കളഞ്ഞിട്ട് വേണം. നമ്മൾ സാത്വിക ഭാവത്തിലാണ് ഉള്ളിലേക്ക് കയറുന്നത്. അതിനൊരു പവർ ഈ വ്യാളിക്കുണ്ട്. അതുപോലെയാണ് ഈ വ്യക്തിക്ക് ഉള്ളിൽ ഇന്നർ പവറുണ്ട്, ഇന്നർ ലവ് ഉണ്ട്. പ്യൂരിഫൈ ആയ ആളാണ്. വളരെ എന്താ പറയുക, പ്ലാറ്റോണിക് ലവൊക്കെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോട്. പക്ഷേ ഈ പുറത്തൊരു വ്യാളി ഇരിക്കുന്നത് പോലെ നെഗറ്റീവായിട്ട് പെരുമാറുന്നു എന്ന് പറയുന്നത് അത് സങ്കടം തന്നെയാണ്. പലപ്പോഴും നിങ്ങൾക്ക് അവഗണനയാണ് കിട്ടുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുക, അയാളുടെ ഇന്നർ ലവ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ടിൻ ഫ്ലെയിം ആണല്ലോ, രണ്ടുപേരും ഒരാത്മാവ് 2 ശരീരത്തിൽ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെ കാര്യമല്ല. കർമ്മ വന്നിട്ടുണ്ട്, സോൾമേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ സോൾമേറ്റ് പറയും, സൂര്യൻ വന്നു കഴിഞ്ഞാൽ ടിൻ ഫ്ലെയിം പറയും, ഡെത്ത് വന്നു കഴിഞ്ഞാൽ കർമ്മ പറയും. ഇനി ഇത് 3ഉം കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സായിട്ടുള്ളൊരു ആളുകളായിരിക്കാം. ജന്മം ഒരു ബന്ധം ഉണ്ടാവില്ല, പക്ഷേ എന്തോ ഒരു പരിചയം ഉണ്ടാവും. അത് വീണ്ടും ഇണകളായിട്ട് മാറാനും സാധ്യതയുണ്ടല്ലോ. അങ്ങനെ എന്ത് കർമ്മത്തിലൂടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്നറിയില്ല. ഇവിടെ രാജാവ് പറയുന്നത് ടിൻ ഫ്ലെയിമാണ്, ഫയർ എനർജിയാണ്. അതുകൊണ്ട് അതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നർ ലവ് ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് ഇങ്ങനെ പരുക്കനായിട്ട് പെരുമാറുകയാണ്, പിശാചിൻ്റെ പോലെ. അതും ദോഷം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിനയിക്കാൻ അറിയാത്ത എന്നാൽ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്ന, നിങ്ങളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണാവുന്ന, അത്രേ ഉള്ളൂ അവരുടെ ബലം. നിങ്ങളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ
യാതൊന്നുമില്ല. അപ്പം പിന്നെ 8 ഓഫ് കപ്പ് അവർക്ക് വേണ്ടി വരുന്നതാവും. എല്ലാ കാർഡും എസ് ആണല്ലോ വന്നിരിക്കുന്നത്. 10 കപ്പ് എസ് ആണ്, ക്യൂൻ ഓഫ് കപ്പ് എസ് ആണ്, കിങ് സോട്സ് കിങ് വാണ്ട് എസ് ആണ്. ഇനി ജെമിനി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറോസ് സൈക്കും എസ് ആണ് തരുന്നത്. ഏസ് ഓഫ് കപ്പ് എസ് ആണ്. അപ്പോൾ കുറേ കാർഡ് എസ് ആണ് വന്നിരിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ മുഴുവനായിട്ട് മനസ്സിലാക്കി, നിങ്ങളെ മുഴുവനായിട്ട് മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ആളാണ്. ഈ ബാഹ്യമായ പെരുമാറ്റങ്ങൾ കണക്കാക്കണ്ട, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ വെറുതെ വേദനിക്കണ്ട, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇനി എസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരും. നിങ്ങളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ ഈ പുറം കാഴ്ചയൊക്കെ. നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ തളരുന്ന ഒരു വ്യക്തിയാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വ്യാലീഭാവോ സലമാൻഡറുകളോ ഒന്നും അവരെ രക്ഷിക്കില്ല. അവർ 8 ഓഫ് കപ്പിലേക്ക് വരും, തകർന്നു പോവും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാറി നിന്നാൽ തകരുക എന്ന് പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ പ്രണയം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാമുകി പുറകെ പോകുമ്പോൾ ഭയങ്കര അഹംഭാവം കാണിക്കും കാമുകൻ. അവൾ പുറകെ പോയി മടുത്തു. എന്നാൽ അവൾ ആരെങ്കിലുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് ഇത്തിരി സ്നേഹത്തോടു കൂടി മിണ്ടുകയോ ചിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവനെ ഉറക്കമില്ല, അവനെല്ലാം തല്ലി തകർക്കുകയാണ്. അങ്ങനെ അവസാനം ഇവൾ ഒരു കവിയുമായിട്ട്, അതും അയാൾ കാമുകി മരണപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് ഇത്തിരി സഹതാപത്തോടു കൂടി പെരുമാറി. ഈ കാമുകന് പിന്നെ വല്ലതും പറയാണ്ടോ? അവൻ വേഗം വേറെ കല്യാണം കഴിച്ചു. എന്നിട്ടോ ആദ്യ രാത്രി മുതൽ തന്നെ അവൻ ആ മണിയറയിലേക്ക് പോലും പോകുന്നില്ല. കാരണം അവന് വേണ്ടത് ഈ പെണ്ണിനെ തന്നെയാണ്, ഉപേക്ഷിച്ച പെണ്ണിനെയാണ് വേണ്ടത്. എന്നാൽ അവൾ ആത്മഹത്യ ചെയ്യുകയാണ്. നഷ്ടപ്പെട്ടു. അവനവൻ്റെ സംശയവും ഈഗോവും കാരണം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് അവർ മനസ്സിലാക്കുക മറ്റേ ആളുടെ സ്നേഹം എത്ര വലുതായിരുന്നു, എന്നെ എത്രമാത്രമാണ് അവർ സ്നേഹിച്ചിരുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ ഉദാഹരണം എന്തിനാണ് പറഞ്ഞു തരുന്നത്? നിങ്ങൾ ഇതുപോലെ പങ്കാളിയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് കെഞ്ചി പോകുന്നവരോടും ഞാൻ ഒന്ന് പറയുന്നു, നിങ്ങളിങ്ങനെ അവരോട് കെഞ്ചി പോവാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്കും ഒന്ന് മാറി നിൽക്കുക. അപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുക. പുറകെ പോവണ്ട. തന്നെയാണ് എല്ലാ ദിവസവും ഞാൻ പറയുന്നത്. എനിക്ക് ചിലപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുക. ഞാനൊക്കെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ 10-32 വയസ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഭർത്താവിന് ഫുൾ ഫ്രീഡം കൊടുത്ത ആളാണ്. ആൾക്ക് ആരോട് വേണമെങ്കിൽ സംസാരിക്കുക, ആരോട് വേണമെങ്കിൽ ഇടപഴകുക, യാതൊരു സംശയത്തിലല്ല നിരീക്ഷിച്ചിരുന്നത്. അന്ന് ഫോണൊന്നും ഇത്ര പബ്ലിക്കല്ല, നമുക്ക് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മെസ്സേജൊക്കെ അയക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. അല്ലാതെ തന്നെ ഒരുപാട് പരിചയങ്ങളും ബന്ധുക്കളും പറഞ്ഞില്ലേ, ഒരുപാട് കണക്ഷൻ ഉണ്ടല്ലോ ഒരു മനുഷ്യന്. അതിനൊക്കെ നമ്മൾ സംശയിച്ച് പുറകെ നടക്കാൻ തുടങ്ങിയാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, പങ്കാളിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. 50-60 വയസ്സായ ലേഡീസ്, 63-64 വയസ്സായ ലേഡീസ് വന്നിട്ട് കാമുകനെക്കുറിച്ചും അല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ചും സംശയത്തോടു കൂടി എന്നോട് സംസാരിക്കുന്നു. ഞാൻ എന്താ പറയണ്ടേ, കിളി പോയി നിൽക്കുകയാണ്. 30-32 വയസ്സിലെ യൗവനത്തിൻ്റെ സമയത്ത് ഭർത്താവിനെ സംശയിക്കാൻ അറിയാത്തൊരു ഭാര്യയാണ് ഞാൻ. ഈ കുഴിയിലേക്ക് കാല് നീട്ടുന്ന അമ്മമ്മമാർ വന്നിട്ടാണ് ചോദിക്കുന്നത് അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ, അവരുമായി ഫിസിക്കൽ ബന്ധമുണ്ടോ എന്ന്. എനിക്കൊന്നും പറയാനില്ല. ഇവർ ക്യാഷ് അടയ്ക്കുന്നത് കാരണം നമ്മൾ നോക്കി കൊടുത്തേ പറ്റൂ. പക്ഷേ ഞാൻ ലോജിക്കൊണ്ട് ചിന്തിക്കും, ഈ തള്ളയ്ക്ക് ഇനി അവനവൻ്റെ പണി നോക്കി നാമം ജപിച്ചിരുന്നൂടെയെന്ന്. സത്യം. കാരണം 60 വയസ്സ് കഴിഞ്ഞ സന്യാസമാണ് പറയുന്നത്. മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളത് സന്യാസമാണ്. കാരണം അവരുടെ മെൻസസ് പോലുള്ള കാര്യങ്ങൾ നിന്നു, ശാരീരിക ആവശ്യങ്ങൾ നിന്നു. ഇനി മറ്റൊരു ലൈഫാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഒരു 10 വയസ്സിന് താഴെയുള്ള അതേ ലൈഫ്. എന്നാൽ ഇവരൊക്കെ സെക്സിന് വേണ്ടി പുറകെ നടക്കുന്നു. സെക്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താ അത് ലോകം? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവ് മരിച്ചിട്ട് 2 കുട്ടികളുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ, ഇവരുടെ ഒരു റിലേഷനാണ്, വന്നിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ, ആ കുട്ടികളെയൊക്കെ വളർത്തുക പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട്, ഇവർ സഹോദരങ്ങളൊക്കെ പാടെ ചേർന്നിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുക, ഈ ലേഡിയെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അവർ കഴിയുന്ന പോലെയൊക്കെ ജോലിക്കൊക്കെ പോയിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. എന്തായാലും പല ആളുകളും എന്നോട് പറഞ്ഞു തന്നു, പോയ കാലത്ത് നിൻ്റെ ഭർത്താവിനും ഈ സ്ത്രീക്കും തമ്മിൽ അവിഹിതം എന്താണെന്ന് പറഞ്ഞു തന്നു. ദൈവത്തെ സാക്ഷി നിർത്തി പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നോ ആ ലേഡിയുടെ ഭാഗത്തുനിന്നോ ഒരു ചീത്ത നോട്ടം പോലും ഉണ്ടായതായിട്ട് വർഷങ്ങളായിട്ട് ഇടപഴകി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനെന്തിനു സംശയിക്കണം?
ആ സ്ത്രീ ഏതെങ്കിലും വഴിക്ക് വരികയാണെങ്കിൽ എൻ്റെ ഭർത്താവ് അവിടുന്ന് മാറിപ്പോകും. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ഒരു ഭാഗത്തുണ്ടെങ്കിൽ അവരവിടുന്ന് മാറിപ്പോകും. അത്രയും നിഷ്കളങ്കരായ രണ്ടുപേരെ കുറിച്ചാണ് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും അവരുമായിട്ട് നല്ല കണക്ഷനാണ് നമുക്ക്. എന്തിനു സംശയിക്കണം? ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയാൽ അതിന് വല്ല അതിരുണ്ടാവുമോ? അപ്പം ഇതുപോലെയാണ് നാട്ടുകാർ പലതും പറഞ്ഞു തരും, കൂട്ടുകാർ പലതും പറഞ്ഞു തരും. നമ്മൾക്ക് നമ്മുടേതായ ഒരു നോട്ടം വേണം. നമുക്ക് സംശയം തോന്നുന്ന എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമാണ് നമ്മൾ അവരെ ക്രൂശിക്കാൻ പാടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഞാനും ഭഗവാനുമാണ് സാക്ഷി. അത്തരം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് എന്ന് എനിക്ക് എൻ്റെ ഭർത്താവിനെക്കുറിച്ചും അറിയാം, ആ ലേഡിയെക്കുറിച്ചും കുറേ കാലത്തെ പരിചയം കൊണ്ട് അറിയാം. പിന്നെ എന്തിന് നമ്മൾ അപവാദം പറയുന്നവരുടെ വായ മൂടിക്കെട്ടാനൊന്നും പോകണ്ട. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോവുക. എല്ലാ പ്രണയബന്ധങ്ങളിലും ഇതുപോലെ അങ്ങ് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, പങ്കാളിക്ക് സമാധാനം ഉണ്ടാവും. ഒരിക്കലും അവരൊരു തെറ്റിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ആരോപണം കൊടുക്കുമ്പോഴാണ് അവർ ആ വശത്തേക്ക് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ അറിഞ്ഞ ഈ സത്യം ഒരിക്കലും ഭർത്താവിനെ അറിയിച്ചില്ല. കാരണം ആ ഒരു കണ്ണിലൂടെ ഭർത്താവ് അവരെ നോക്കാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. പല ദമ്പതികളിലും ഭർത്താവോ ഭാര്യയോ തെറ്റിലേക്ക് പോകുന്നത് ആരോപണങ്ങൾക്ക് ശേഷമാണ് എന്നുകൂടി മനഃശാസ്ത്രം പറയുന്നുണ്ട്. കുറച്ചൊക്കെ മാനസികമായ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ആരോപിച്ചിട്ട് അതിലേക്ക് തള്ളി വിടുന്ന ഒരു സ്വഭാവം, പ്രവണത ഇണകൾക്കിടയിലുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെപ്പോഴും ആരോപിക്കുമ്പോൾ പതിയെ അവരുടെ മനസ്സ് മാറാനും അവരോട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കാതിരിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു നെഗറ്റീവ് കാര്യമാണ്. നിങ്ങളെ ഉപദേശിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, 60-65 വയസ്സായ അമ്മൂമ്മമാരാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപദേശിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, 60 വയസ്സ് കഴിഞ്ഞാലെങ്കിൽ പ്രേമിക്കുന്നതൊന്ന് നിർത്തുക. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ മാറ്റം വന്നു കഴിഞ്ഞു. നിങ്ങൾക്കിനി അടുത്ത ഘട്ടമായി. ഇനി നിങ്ങളിത്തിരി സന്യസിക്കേണ്ട സമയമായി, പ്രാർത്ഥിക്കേണ്ട സമയമായി എന്ന് മനസ്സിലാക്കുക. ഇവിടെ തന്തവൈബ് എന്ന് ഞാൻ പറയും. 60 കഴിഞ്ഞാൽ തന്തവൈബും തള്ളവൈബും ഒക്കെ തന്നെയാണ്. ഞാൻ തന്നെ എൻ്റെ ചോറിൽ മണ്ണ് വാരിയിട്ടു അല്ലേ. എനിക്കിതൊന്നും കാണാനോ കേൾക്കാനോ ഉള്ള ത്രാണിയില്ല. അതുകൊണ്ടാണ് മിനിമം 60 താഴെയുള്ളവരും 20 മുകളിലുള്ളവരും പ്രേമിച്ച തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞാനിവിടെ ആദ്യം തന്നെ പറയുന്നു, പ്രായം ചോദിക്കുന്നില്ല എന്ന്. അത് വലിയൊരു കളവാണ്. ഞാൻ ചോദിക്കും പ്രായം. 60 ശേഷമാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വല്ല അമ്പലത്തിലും പോയിട്ട് ഭജന ഇരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ 60 കഴിഞ്ഞ ദമ്പതികൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പേരക്കുട്ടികളെയൊക്കെ ലാളിച്ച് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവാം. ഇണകളുടെ കാര്യമൊക്കെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൊടുത്ത് അങ്ങനെയുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാം. പക്ഷേ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ അവർ മറ്റാരെങ്കിലുമായി ശാരീരിക ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഞാനുമായിട്ട് എന്താണ് ഇങ്ങനെ ഇല്ലാത്തത് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ തല പുണ്ണാക്കാതിരിക്കുക. അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു, മനസ്സിലാക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നൊരു മോട്ടിവേഷൻ തന്നെയാണ്. കാർഡിൽ കാണാത്തൊന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള ചിന്തകൾ പാടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഉദാഹരണങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് നെഗറ്റീവിലേക്ക് പോവാം. കിങ് വണ്ട് എന്ന് പറഞ്ഞാൽ അയാളൊരു കുടുംബനാഥനാണ്. 8 കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടിയില്ല. ആദ്യം സന്തോഷത്തിലായിരുന്നു. 10 കപ്പ് പറയുന്നു. ഏസ് ഓഫ് കപ്പ് പറയുന്നു പുതിയ പ്രണയത്തിലേക്ക് പോയി. നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായി ഊറ്റി. 7 ഓഫ് പെൻഡക്കൽ പറഞ്ഞു. ഡെത്ത്, ഇതിൽ നിന്ന് മുന്നോട്ട് പോകുക, അതൊരു ചീത്ത ബന്ധമായിരുന്നു എന്ന് പറയുന്നത്. ഫിസിക്കൽ ബന്ധം ഉണ്ടായിരുന്നു. 3 എന്ന് പറഞ്ഞാൽ മറങ്ങിയിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ്. കിങ് സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നു. പുതിയൊരു ബന്ധത്തിലേക്കാണ് പോയിരിക്കുന്നത്. യെസ് എന്ന കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങളിനി കാത്തിരിക്കേണ്ട. നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. ഒന്നിലധികം ബന്ധങ്ങൾ അല്ലെങ്കിൽ 2-3 ബന്ധങ്ങൾ ഫിസിക്കലായി ഉണ്ടാകുമ്പോഴാണ് നെഗറ്റീവ് കാർഡുകൾ വരുന്നത്, പാപഗ്രഹങ്ങൾ വരുന്നത്. അതിവിടെ വന്നിട്ടുണ്ട്. രാഹു കേതു ഒക്കെ പറയുന്നത് അമിത ലൈംഗിക മോഹം അല്ലെങ്കിൽ അനാശാസ്യ ബന്ധങ്ങൾ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. ഇവിടെ കേതുവാണ് വന്നിരിക്കുന്നത്. രാഹുവിനേക്കാൾ കൂടുതൽ എനർജി വന്നിരിക്കുന്ന കേതുവിൻ്റെയാണ്. അപ്പോൾ ആൾ ഇതുപോലുള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അതാണ് 2-3 ബന്ധങ്ങൾ ഉണ്ടാവും. അത് ഫിസിക്കൽ ബന്ധം എന്ന് ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ എന്നെ സമീപിക്കുക. സത്യമായിട്ടേ പറയുള്ളൂ.
ഇവിടെ കാർഡുകൾ എനർജറ്റിക് ആണെന്ന് നിങ്ങൾക്കറിയാം. അത് തരുന്ന മെസ്സേജ് എനിക്ക് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കഞ്ഞുകൂടി മുട്ടിക്കാൻ ഇവിടെ ഈ എനർജിക്ക് സാധിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഭഗവാനെ. നിങ്ങൾ വരുന്നു, ഞാൻ ഡീറ്റെയിൽ തരുന്നു. പിന്നീട് പണം അടച്ച ശേഷം നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു. വോയിസ് അനുവദിക്കില്ല, മിതമായിട്ട് മാത്രമേ മെസ്സേജുകളൊക്കെ അനുവദിക്കുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ഞാൻ തരുമ്പോൾ അത് വായിച്ചു നോക്കുക. ഇനി ഇത് അർജുനനും സുഭദ്രയാണ് വന്നിരിക്കുന്ന യൗവനമുള്ള ജോഡികൾ. ഇനി സീതയും ശ്രീരാമനും തമ്മിൽ അകന്നു, എന്നാൽ വീണ്ടും ഒന്നായി. ഇവിടെ നിമിത്തം അകന്നവരൊന്നാവും എന്നാണ്. ദയവായി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും കേൾക്കേണ്ട വിധത്തിൽ കേൾക്കുക. ഇതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരങ്ങളുണ്ട്. ടാരോയിൽ മാത്രം നിങ്ങളുടെ ഉത്തരങ്ങൾ ഒതുങ്ങുന്നില്ല. ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ലേഡി ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഏകദേശം ഭാവനയിൽ കാണാൻ പറ്റും. ഇതുപോലെയൊന്നും ചിന്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല കേട്ടോ. ഞാൻ നേരായ മാർഗത്തിലൂടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വളഞ്ഞ ബുദ്ധികളൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ പലരും വന്ന് ചോദിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇങ്ങനെ ചിന്തിക്കരുത് എന്ന് പറയാനെങ്കിലും എനിക്ക് ഇപ്പോൾ കഴിയുന്നത്. 3 കൊല്ലമായല്ലോ. പലരുടെ മനസ്സും അറിയാം, പലരുടെ ചോദ്യങ്ങളും അറിയാം, പലരും റീഡിങ് എടുക്കുന്നത് അറിയാം. നിങ്ങളുടെ ഏത് സംശയവും ഞാൻ പറഞ്ഞു തരും. ബ്ലാക്ക് മാജിക്, ഫാമിലി ഇഷ്യൂ, ഹെൽത്ത്, കരിയർ, ലവ്, ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ വിഷയമൊക്കെ ചോദിക്കാം. അപ്പോൾ ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. സെപ്പറേഷനാണ് പറയുന്നത്. അപ്പോൾ എസ് എന്ന ലെറ്റർ വന്നു. റീകൺസിലേഷൻ ഉണ്ട്. സെപ്പറേഷൻ ആയവർ ഒന്നാവും. അത് തന്നെയാണ് രാമനും സീതയും പറഞ്ഞത്. കൺട്രോൾ ഇഷ്യൂ ഉണ്ട്. അത് തന്നെയാണ് കിങ് സൂട്ട്സ് പറഞ്ഞത്. ഒരു ചാൻസും കൂടി വേണം എന്ന് പറയുന്നു. അതാണ് 8 കപ്പ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, വിദേശത്ത് കിടക്കുന്ന 2 പേര് നാട്ടിൽ വന്ന് മുറിയെടുത്തിട്ട് ദിവസങ്ങളോളം താമസിച്ച് ആ സ്ത്രീയെ ആവുന്നത് സന്തോഷിപ്പിച്ച് പോയ വ്യക്തിയെക്കുറിച്ചാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. ഇയാളിനി വീട്ടിൽ പോയിട്ട് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമെന്ന്. അപ്പോൾ അത് ന്യായമായൊരു ചോദ്യമാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയില്ല. അത് ഒട്ടും ന്യായമല്ല. മറ്റൊരാളുടെ ഭർത്താവിനെ അവനവൻ്റേതാക്കുക എന്നുള്ളത് തന്നെ തെറ്റിൻ്റെ ആരംഭമാണ്. അത് ഒന്നുകൂടി വളർത്തുന്ന സ്വഭാവമാണ് ഇവിടെ ചോദിക്കുന്നത്. അവരുമായിട്ട് ഇവർ ഫിസിക്കൽ ബന്ധം ഉണ്ടാവുമെന്ന്. അഗ്നിസാക്ഷിയായിട്ട് താലി കെട്ടുന്നത് ആരെയാണ്? ആദ്യത്തെ ആ സ്ത്രീയല്ലേ, നാട്ടിലിരിക്കുന്ന സ്ത്രീയല്ലേ. ഫൊർഗീവാണ് പറയുന്നത്. ഇവരോടൊക്കെ ദൈവം ക്ഷമിക്കുമെന്ന് എനിക്കറിയില്ല. കമ്മിറ്റ്മെൻറ്റ്, ഐ ആം സോറി. ഇന്നത്തെ കാലം കലിയുഗമാണ്. കലിയുഗം ഒടുങ്ങാൻ പോകുന്നതും ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകളിലൂടെയാണ്. അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ തല്ലി മരിക്കാനാണ് പോകുന്നത്. 3ാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടാവാൻ പോകുന്നത് കുടുംബങ്ങളിൽ നിന്നായിരിക്കാം. അപ്പോൾ നിങ്ങൾ സ്നേഹിച്ചോളൂ. മറ്റൊരാളെ സ്നേഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ അതിന് ഒരു പരിമിതി വയ്ക്കുക. അയാളുടെ ഭാര്യയെ ശാരീരിക ബന്ധത്തിന് വിളിക്കുന്നുണ്ടോ? അയാളുടെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ടോ? അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും വീട് വാങ്ങി കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഡെവിൾ ബുദ്ധിയുമായിട്ട് നിങ്ങൾ ഇരിക്കാതിരിക്കുക. പ്രണയം ഈശ്വരീയമാണ്. മറ്റേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡെവിൾ എനർജിയാണ്. പ്രണയവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? ഇതുപോലെ ചിന്തിക്കുന്നവരൊന്ന് മാറി ചിന്തിക്കുക. സ്നേഹം ഓക്കെ, അവിടുന്ന് അങ്ങോട്ടുള്ളതെല്ലാം നിങ്ങളുടെ ദുരാഗ്രഹങ്ങളാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഒട്ടും തന്നെ സബ് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യം വരില്ല. കാരണം ഉപദേശമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ബാക്കി എനിക്കൊന്നും പറയാനില്ല. എല്ലാവരെയും നന്നാക്കുക എന്നുള്ളതുമല്ല, ചിലരെങ്കിലും നന്നായാലോ